ഹായ്, കുക്ക് വിത്ത് ശ്രുതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ എൻ്റെ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പച്ചടി ആയിട്ടാണ്, അതും ബീട്രൂട്ട് പച്ചടി. നമ്മുടെ സദ്യയിലെ നല്ല കളർഫുള്ളായിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചടിയാണ് ബീട്രൂട്ട് പച്ചടി പറയണത്. ഈ പച്ചടിയും കിച്ചടിയും തമ്മിൽ ഉള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചടിക്ക് ചെറിയൊരു മധുരം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ബീട്രൂട്ട്, പൈനാപ്പിൾ, പഴം ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന പച്ചടി മധുരം ഉണ്ടാവും. കിച്ചടി പറയണത് മറ്റ് വെജിറ്റബിൾസ്, അതായത് ഇപ്പോൾ വെണ്ടക്കായ, അതുപോലെ തന്നെ കൈപ്പയ്ക്ക, വെള്ളരിക്കയൊക്കെ വെച്ചിട്ടുള്ള ഇതിനെയാണ്. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം ആയിരിക്കും. അതിനെയാണ് നമ്മൾ കിച്ചടി പറയണത്. ഇപ്പോൾ ഈ ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ മധുരമൊന്നും ചേർക്കണില്ല. ബീട്രൂട്ടിന് തന്നെ ഒരു ചെറിയൊരു മധുരം ഉണ്ടാവും, ആ മധുരം മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ട് എടുക്കുമ്പോൾ നല്ല കളറുള്ള ബീട്രൂട്ട് എടുക്കണം. ചില ബീട്രൂട്ട് ഉണ്ട് ഇടയിൽ ഇങ്ങനെ വെള്ള കളർ ഒക്കെ ആയിട്ടുള്ളത്. ആ ബീട്രൂട്ട് കൊണ്ട് പച്ചടി വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ നല്ല കളറുള്ള ബീട്രൂട്ട് നോക്കിയിട്ട് വാങ്ങണം, എന്നാലാണ് നമ്മുടെ പച്ചടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ബീട്രൂട്ടിനെ നമ്മളിതുപോലെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും വലിയ കഷ്ണങ്ങളാക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊന്ന് പ്രഷർ കുക്ക് ചെയ്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അരയ്ക്കാൻ പറയുന്നത് ഫൈൻ പേസ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് കടിച്ചാൽ കിട്ടണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നല്ല നൈസായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. അത് നിങ്ങളുടെ സൗകര്യം പോലെ. അപ്പോൾ ബീട്രൂട്ടിന് ഇതുപോലെ നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേങ്ങ ചെരുകിയതാണ്. തേങ്ങ ചെരുകിയത് ഇപ്പം ഞാനിവിടെ ഒരു മീഡിയം സൈസ് ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്കായിട്ട് ഞാനിവിടെ ഒരു കപ്പ്, അതിപ്പോൾ ഒരു 1/4 മുറി തേങ്ങേനേക്കാളും കൂടുതലുണ്ടാവും. നിങ്ങൾക്ക് ഒരു 1/2 മുറി ആയാലും ചേർക്കാം, അങ്ങനെ നമ്മുടെ ബീട്രൂട്ടിൻ്റെ അളവിനനുസരിച്ച്. പിന്നെ വറുത്തിടാനായിട്ട് നമുക്ക് വറ്റൽമുളക് വേണം, കടുക് വേണം, വെളിച്ചെണ്ണ വേണം, പിന്നെ ഒരു കപ്പ് തൈര് വേണം. നല്ല പുളിയുള്ള ഒരു തൈര് വേണം. പിന്നെ അതുപോലെ വേപ്പില വേണം, 3 പച്ചമുളക് വേണം. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കണേന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം നമുക്ക് ബീട്രൂട്ടിനെ ഒന്ന് പ്രഷർ കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് കുക്കറിലേക്ക് കഷ്ണങ്ങൾ മുറിച്ച് കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വേവാൻ പാകത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 2 പ്രഷർ വരുന്ന രീതിയിൽ, 2 വിസിൽ വരുന്ന രീതിയിൽ നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ 2 പ്രഷർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. ആ കളർ നോക്കൂ, നല്ല കളർ, ഇതുപോലെയുള്ള ബീട്രൂട്ട് വേണം എടുക്കാൻ. അപ്പോൾ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരയ്ക്കാനായിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഞാനിതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി പേസ്റ്റായി അരയരുത്, ചെറുതായി കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ഇതുപോലെ അരഞ്ഞ് കിട്ടണം. ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം, ചെറിയൊരു കഷ്ണങ്ങളൊക്കെ ആയിട്ട് അതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിനൊന്ന് അരച്ച പേസ്റ്റിനെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒരു 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് 3 ഒന്ന് സ്ലിറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ടിൻ്റെ പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഇനിയിപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലുള്ളതിന് കുറച്ച് ആ ബീട്രൂട്ട് വേവിച്ച ആ വെള്ളം തന്നെ ഒന്ന് ഒഴിച്ച് ഒന്ന് ചേർത്ത് കൊടുക്കണം മുഴുവൻ. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല കളറ് കിട്ടും.
വെറുതെ കളയണ്ട, നല്ല കളറ് കിട്ടും നമ്മുടെ പച്ചടിക്ക്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി വഴന്ന് വരുന്ന വരെ ഇരിക്കട്ടെ. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങ അതുപോലെ 2 വറ്റൽമുളക് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഈ തേങ്ങയും വറ്റൽമുളകും കടുകും കൂടി അരച്ചെടുത്തതിനെ നമ്മളിനി ബീട്രൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ആ തേങ്ങയുടെ പച്ചമണം മാറുന്ന വരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇനിയിപ്പോൾ കടുക് അരച്ച് കഴിഞ്ഞാൽ കഴിക്കും എന്ന് തോന്നുകയാണെങ്കിൽ അതിന് പകരമായിട്ട് കടുക് വേണമെങ്കിൽ പൊടിച്ചും ചേർക്കാം. അങ്ങനെയും നമ്മൾ പച്ചടി വയ്ക്കാം. ചിലർക്ക് ആ കടുകിൻ്റെ ടേസ്റ്റ് അരയ്ക്കുമ്പോൾ ഇഷ്ടമാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ കടുകിനെ പൊടിച്ച് സെപ്പറേറ്റ് ചേർക്കുക. അപ്പോൾ ഇതിവിടെ അങ്ങനെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ആ തേങ്ങയുടെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വെക്കണം. നല്ല ചൂടിൽ നമ്മൾ തൈര് ചേർത്ത് കഴിഞ്ഞാൽ തൈര് അങ്ങോട്ട് പിരിയും. അപ്പോൾ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കണ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കട്ടയൊന്ന് ഉടച്ചെടുത്താൽ മതി. നിങ്ങൾക്ക് മിക്സിയിൽ അടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ സ്പൂൺ വെച്ച് കട്ട ഉടച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് നന്നായി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. തൈര് ചേർത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചൂടാവുകയും ചെയ്യാൻ പാടുള്ളൂ. ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ എന്ന് നോക്കണം. ഇപ്പോൾ ഇതിനൊരു ലൈറ്റ് മധുരം ഉണ്ടാവും. ആ ബീട്രൂട്ടിൻ്റെ മധുരം മാത്രമേ ഉള്ളൂ. നമ്മൾ എക്സ്ട്രാ മധുരമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി നമുക്കിതിലേക്ക് വറവിടുകയാണ് വേണ്ടത്. അതിനായിട്ട് ഇതുപോലൊരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊരു ഇതുപോലെ വറവിടാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ അതൊന്ന് മൂത്ത് വരുമ്പോൾ കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി സോട്ട് ചെയ്തിട്ട് നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നല്ല വേഗം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണ് ബീട്രൂട്ട് പച്ചടി. നല്ല ടേസ്റ്റുമാണ്. നിങ്ങളെല്ലാവരും ഇത് വിഷുവിന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.